രണ്ടാമത്തെ ദശകമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോ 82-ാം ദശകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് വിഷയങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതിന്റെ ബാക്കി പറയാനുണ്ടായിരുന്നു. അപ്പൊ അത് പറഞ്ഞിരുന്നു അടുത്ത ക്ലാസ്സിൽ അത് ചർച്ച ചെയ്യാം. അത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, 82-ാമത്തെ ദശകത്തിൽ. അപ്പൊ നമുക്ക് 82-ാമത്തെ ദശകത്തിലേക്ക് കടക്കാം. 82-ാമത്തെ ദശകം ബാണയുദ്ധവും മൃഗമോക്ഷവും എന്നുള്ള ഭാഗമാണ് 82-ാമത്തെ ദശകം. നൃത്തം ആരംഭിക്കുന്നത് ശ്രദ്ധയിലാണ്. ആരുടെ മൈക്ക് ഓണാണ്? അപ്പോ നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വിഷയം ചർച്ച ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് മറ്റൊന്നല്ല, മനുഷ്യ ശരീരത്തിന്റെ 4 തരം ദോഷങ്ങളെ കുറിച്ച് ചൈതന്യചരിതാമൃതം ചർച്ച ചെയ്തു. അപ്പോ നമ്മളതൊന്ന് സൂചിപ്പിച്ചു പോയിരുന്നു. ഭ്രമം, പ്രമാദം, വിപ്രലിപ്സ മുതലായ 4 അപ്പോ കർണാപാഠവം മുതലായ 4 കുറിച്ച്. അപ്പോ അതെന്തൊക്കെയാണെന്നും ഈ 4 തരം ദോഷങ്ങളെ പ്രകാരം നമുക്ക് ഭക്തിയിലൂടെ നമുക്ക് ഇല്ലാതാക്കാം സൂചിപ്പിച്ചിട്ട് നമുക്ക് 82-ാം ദശകത്തിൽ ഞാൻ പറഞ്ഞിരുന്നു അടുത്ത ക്ലാസ്സിൽ അത് ചർച്ച ചെയ്യാം. അപ്പോ നമ്മളുടെ ഈ ശരീരം, നമ്മൾ ഭൗതിക ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ എത്ര ബുദ്ധിമാനായ വ്യക്തിയും ഈ ഭൂമിയിലെ ഏറ്റവും മിടുക്കനായ ശാസ്ത്രജ്ഞനെ കൊണ്ടുവന്ന് നിർത്തിക്കഴിഞ്ഞാൽ പോലും അയാളും ഈ പറഞ്ഞ 4 തരം ദോഷങ്ങൾക്ക് വിധേയനാണ്. അവന് മനുഷ്യ ശരീരമുണ്ടോ അവൻ ഈ 4 തരം ദോഷങ്ങൾക്കും വിധേയനാവാൻ ബാധ്യതപ്പെട്ടവനാണ്. അപ്പോ ഒന്നാമത്തെ ദോഷമാണ് ഭ്രമം. ഭ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് ചെയ്യാൻ ഉള്ള ഒരു ടെൻഡൻസി. 100% ശരി മാത്രം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ശരി മാത്രം ചെയ്യാൻ കഴിവുള്ള ഒരു 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 മനുഷ്യനുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് തന്നെ സ്വാഭാവികമായും തെറ്റുകളിലൂടെ, അതായത് തെറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയിലൂടെയാണ്. ഇതിനെയാണ് ഭ്രമം എന്ന് പറയാം. അപ്പോ തെറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി അതെപ്രകാരമാണ് ഉണ്ടാകുന്നത്, അഥവാ തെറ്റിനെ സ്വീകരിക്കാനുള്ള ഒരു സാധ്യത മനുഷ്യ ശരീരത്തിലുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അഥവാ ഏറ്റവും ബുദ്ധിമാനായ വ്യക്തിക്കും ഇതപ്രകാരമാണുള്ളത്. നമുക്കൊന്ന് ചർച്ച ചെയ്യാം. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആകാശം കാണുന്നു എന്ന് വിചാരിക്കുക. ആകാശം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്, എന്ത്? നീല നിറത്തിലുള്ള ആകാശം. ഈ ഭൂമിയിലെ ഏറ്റവും ബുദ്ധിമാനായ വ്യക്തിയും നീല നിറത്തിലുള്ള ആകാശം കണ്ടിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ നീല നിറത്തിൽ വരിഞ്ഞു മുറുകി നിറഞ്ഞു നിൽക്കുന്നത് പോലുള്ള ആകാശം യഥാർത്ഥത്തിലുണ്ടോ? ആകാശം എന്ന് പറഞ്ഞ, അഥവാ നമ്മൾ കാണുന്ന തരത്തിലുള്ള നീല നിറത്തിലുള്ളൊരു ആകാശം യഥാർത്ഥത്തിലുണ്ടോ? ഇല്ല. നമുക്കറിയാം, പ്രകാശം വന്ന് അന്തരീക്ഷത്തിന്റെ മുകളിലേക്ക് പതിക്കുമ്പോൾ നീല നിറം എന്ത് ചെയ്യുന്നു? സ്കാറ്റർ ആയി പോകുന്നതും ആ ആയി പോകുന്ന നീല നിറത്തിനെയാണ് ആകാശമായി നമുക്ക്, അഥവാ നിറഞ്ഞു നിൽക്കുന്ന ആകാശമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ കണ്ണിന് തോന്നുന്നത്. യഥാർത്ഥത്തിലല്ലാതെ ആകാശം എന്ന് പറഞ്ഞൊരു ഒരു വസ്തു ഇല്ല.
അത് കണ്ണിന്റെ ഒരു എന്താ പറയാ, ഒരു പ്രതിഭാസമാണ്. മറ്റൊരു പ്രതിഭാസം പറയാം, മരീചിക എന്ന് പറയും, മരുപ്പച്ച എന്ന് പറയും. മരുപ്പച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമിയിലൂടെ നടക്കുന്ന സമയം ദൂരെ വെള്ളം കിടക്കുന്നതായിട്ട് എന്ത് ചെയ്യും, നമുക്ക് തോന്നും. നമ്മൾ ആ വെള്ളത്തിന് ഇടയ്ക്കിലോട്ട് പോയി കഴിയുമ്പം പെട്ടെന്ന് കാണത്തില്ല. ഇനിയും ഇത് കാണണമെങ്കിൽ മരുഭൂമിയിലോട്ട് തന്നെ പോകണമെന്നില്ല. നല്ല ഉച്ച സമയമാകുന്ന സമയം, നല്ല ചൂടുള്ള അതായത് വെയിലുള്ള ദിവസം എന്ത് ചെയ്യുക, നമ്മുടെ ഈ റോഡുണ്ടല്ലോ, നീളത്തിലുള്ള റോഡിന്റെ സൈഡിൽ പോയി നിൽക്കുക. നാഷണൽ ഹൈവേയുടെ മരുപ്പച്ചാണായാലും എന്ത് ചെയ്യരുത്, റോഡിന്റെ നടുക്ക് പോയി നിൽക്കരുത്, റോഡിന്റെ സൈഡിൽ പോയി നിൽക്കുക. റോഡിന്റെ സൈഡിൽ പോയി നിന്നിട്ട് ദൂരേക്ക് നോക്കുന്ന സമയം ഈ റോഡിന്റെ ദൂര സ്ഥലത്തിൽ വെള്ളം കിടക്കുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് നോക്കുന്ന സമയം എന്ത് ചെയ്യത്തില്ല, നമുക്ക് വെള്ളം കാണാൻ പറ്റത്തില്ല. അത് എന്തുകൊണ്ട് നമുക്ക് വെള്ളം കാണാൻ പറ്റാതെ? ഇതിനെയാണ് മരീചിക അഥവാ മിറാഷ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മളുടെ കണ്ണിന് അത് തോന്നുന്നത്? ഇതിന്റെ കാരണം നമുക്ക് ശരിക്കും കാണാൻ കഴിയും. റോഡിൽ വെള്ളം കിടക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ആ വെള്ളത്തിൽ സൈഡിൽ നിൽക്കുന്ന മരങ്ങളുടെയൊക്കെ പ്രതിബിംബം അതിൽ ഫലിക്കുന്നതായിട്ട് നമുക്ക് സുവ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടുണ്ടാകുന്നു ഇത്? ഇത് കണ്ണിന്റെ കണ്ണും പ്രകാശവും തമ്മിലുള്ള ഒരു പ്രതിപ്രവർത്തനത്തിന്റെ ഫലമാണ്. ഇതിനെയാണ് ഭ്രമം എന്ന് പറയുക. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ വ്യക്തിയും എന്ത് ചെയ്യും, അയാളെ റോഡിന്റെ സൈഡിൽ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ അയാളും ഈ മരീചിക കാണും. ഏറ്റവും മണ്ടനായ വ്യക്തി എന്ത് ചെയ്യും, ഈ മരീചിക കാണും. അപ്പൊ അയാളും ഈ മണ്ടനും തമ്മിൽ ഉണ്ടാകുന്നില്ല, വ്യത്യാസം ഉണ്ടാകുന്നില്ല. അപ്പൊ അത് എന്തുകൊണ്ടാണ്? മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യമാണ് അയാളെ പ്രകാരം. അപ്പോ ഒന്നാമത്തെ ദോഷമാണ് ഭ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തെറ്റ് ചെയ്യാനുള്ള അഥവാ മനുഷ്യ ശരീരം ഉണ്ടോ അയാൾക്ക് ഈ ഒരു ദോഷം ബൈ ഡിഫോൾട്ട് ഉള്ളതാണ്. അയാൾക്ക് ഇത് കൂടാതെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല, നിലനിൽക്കാൻ കഴിയത്തില്ല. മനുഷ്യ ശരീരത്തിന്റെ ഒരു ന്യൂനതയാണ് അഥവാ ദോഷമാണ് ഭ്രമം എന്ന് പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ തരം ദോഷം. രണ്ടാമത്തെ തരം ദോഷം പ്രമാദം അഥവാ ഇല്ലാത്തത് ഉണ്ടാവുക അഥവാ ഉള്ളത് ഇല്ലാതായിട്ട് തോന്നുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പുറം നിൽക്കുമ്പോൾ നമുക്ക്, അതായത് ധനികനായ ഒരു വ്യക്തിക്ക് തോന്നും, ഈ ധനം കൊണ്ടിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല, ഒരു സുഖം ഉണ്ടാകുന്നില്ല. ഈ ധനമില്ലാത്തവർക്കൊക്കെ എന്ത് സുഖമാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഓഫീസ് എടുത്തു കഴിഞ്ഞാല് ഏറ്റവും ഉയർന്ന പൊസിഷനിൽ നിൽക്കുന്ന ആള്, അയാളോട് ചോദിച്ചാൽ പറയും ഭയങ്കര സ്ട്രെസ്സാണ്, ഭയങ്കര ജോലിയാണ്, ഭയങ്കര ഉത്തരവാദിത്തമാണ്, അതായത് ഏറ്റവും വലിയ. അപ്പൊ അയാളോട് തന്നെ ചോദിക്കുക, ഈ താഴേക്കടയിലുള്ള അതായത് അവിടുത്തെ ചെറിയ ക്ലർക്കുമാര് അല്ലെങ്കിൽ മറ്റ് അവിടുത്തെ ജീവനക്കാർക്ക്, അവർക്കാർക്കും പ്രശ്നമില്ല. അദ്ദേഹം പറയും ഈ താഴോട്ട് പോകുന്നവർക്ക് ഉത്തരവാദിത്വം ഇല്ലല്ലോ, അവർക്ക് പറയുന്ന ജോലി മാത്രം ചെയ്താൽ പോരെ, അവർക്ക് ഏറ്റവും വലിയ സുഖമാണെന്ന് എന്ത് ചെയ്യും ഏറ്റവും മുകളിലുള്ള ആള് പറയും. ഏറ്റവും താഴെയുള്ള ആളോട് ചോദിച്ചാലോ പറയും, ഉയർന്ന പദവികളിലേക്ക് പോകുന്ന സമയം എന്ത് ചെയ്യും, അവിടെയാണ് സുഖം. ഉയർന്ന പ്രൊമോഷൻ കിട്ടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ജോലികളിൽ നിന്നും റിലീഫ് കിട്ടുന്നത്, സുഖം കിട്ടുന്നത് എന്ന് പറയും. അപ്പോ താഴെ പദവിയിലുള്ള വ്യക്തി പറയും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ജോലിയുള്ളത്, അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉള്ളതെന്ന് പറയും. ഏറ്റവും മുകളിലുള്ള ആള് പറയും ഏറ്റവും മുകളിലുള്ളവർക്ക് ഏറ്റവും കൂടുതലുള്ളത്. അതായത് ഇക്കരെ നിൽക്കുമ്പോൾ തോന്നും അവർക്കാണ് നല്ലതെന്ന്, അപ്പൊ അക്കരെ ചെല്ലുമ്പോഴോ ഇക്കരെയാണ് നല്ലതെന്ന് തോന്നും. ഇതിനെയാണ് പ്രമാദം എന്ന് പറയുക. അതായത് ഇല്യൂഷൻ. അതായത് ഇവിടെ ഒന്നും ഒരു സുഖം, അതായത് ആ സംതൃപ്തി അനുഭവിക്കാത്ത അവസ്ഥ, എപ്പോഴും അപ്പുറമാണ് നല്ലതെന്ന് തോന്നുക, അല്ലെങ്കിൽ നിലവിൽ ഉള്ള അവസ്ഥ കൊള്ളത്തില്ലെന്ന് തോന്നുന്നു. ഇതിനെയാണ് ഇല്യൂഷൻ, അഥവാ മായയായിട്ട് അഥവാ ദോഷമായിട്ട് തോന്നുക. അതാണ് പ്രമാദം എന്ന് പറയുക. അതായത് തന്റെ അവസ്ഥ എന്താണോ ആ അവസ്ഥ നല്ലതല്ലെന്നും അപ്പുറത്തുള്ളവരോട്ട് തോന്നുക, ആകെ എന്ത് ചെയ്യുക, സ്തംഭിച്ചമായ ഒരവസ്ഥ തോന്നുക. ഇതാണ് പ്രമാദം. ഇത് എല്ലാ വ്യക്തികൾക്കും, അതെന്താ പറഞ്ഞ, ഉയർന്ന റാങ്കിലുള്ളവർക്ക് വലിയ താഴ്ന്ന റാങ്കിലുള്ളവരോടും, താഴ്ന്ന റാങ്കിലുള്ളവർക്ക് ഉയർന്ന റാങ്കിലുള്ളവരോടും ഒരു പ്രശ്നമാണ് ഈ പ്രമാദം. അഥവാ മനുഷ്യ ശരീരം എല്ലാ വ്യക്തികൾക്കും എന്ത് ചെയ്യും, പ്രമാദം തോന്നും. ഗുരുവിന് തോന്നും ശിഷ്യന് എത്ര സുഖമാണ്, അവന് പഠിച്ചാൽ മാത്രം മതിയെന്ന്. ശിഷ്യന് തോന്നും ഗുരുവിന് എത്ര സുഖമാ, ഉപദേശിച്ചാൽ മാത്രം മതിയെന്ന്. അപ്പോ രണ്ടുപേർക്കും ബുദ്ധിമുട്ടുണ്ട് എന്ന് പലപ്പോഴും തിരിച്ചറിയില്ല. ഇതാണ്
വാദം എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്? വിപ്രലിപ്സ. വിപ്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമാൻ. വിപ്രലിപ്സ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്മാർക്കുള്ള ദോഷം. എന്താ അത്? ചതിക്കാനുള്ള ഒരു ടെൻഡൻസി, അഥവാ പറ്റിക്കാനുള്ള ഒരു 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 എന്താ സ്വാഭാവികമായ ഒരു വാഞ്ച. പറ്റിക്കാനുള്ള വാഞ്ച എന്ന് പറഞ്ഞ വിപ്രന്മാരെന്തിനാ, അല്ലെങ്കിൽ ബുദ്ധിമാന്മാരായ ഒരു വ്യക്തി എന്തിനാ പറ്റിക്കുന്നത്, മറ്റുള്ളവരെ ചതിക്കുന്നത്? മനസ്സിലാക്കുക, പലപ്പോഴും ഭൗതികമായ അല്ലെങ്കിൽ എന്താണ് അപ്രത്യക്ഷമായ കാര്യങ്ങളെ പ്രകടിപ്പിക്കേണ്ടതും, അതായത് ചില കാര്യങ്ങൾ ചോദിക്കാന്ന് വിചാരിക്കുക. ഇദ്ദേഹം ഉയർന്ന അല്ലെങ്കിൽ ഉയർന്ന തലത്തിൽ നിൽക്കുന്നു എന്ന് ഭൗതികമായി റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അയാളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇന്ന ഇന്ന വിഷയങ്ങളെ കുറിച്ച് അറിയാവോ? അപ്പം അദ്ദേഹം എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും അറിയത്തില്ലെന്നോ തനിക്ക് എന്താ ആ വിഷയത്തിൽ ജ്ഞാനമില്ലെന്നോ പുറമേ കാണിക്കാൻ എന്ത് കാണിക്കും? മടി കാണിക്കും. അഥവാ പുറമേ ജ്ഞാനിയാണ് എന്ന് കാണിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, വിപ്രൻ എന്ന് പറഞ്ഞ് നമുക്ക് ആരെയാണ് ഭൗതിക ലോകത്ത് മുദ്ര കുത്താൻ സാധിക്കുക എന്ന് ആലോചിച്ച് നോക്കാം. മനസ്സിലാക്കുക, നമ്മള് 14 ലോകങ്ങൾ ഉള്ളതിൽ വളരെ ചെറിയ ഒരു ലോകമായ ഭൂലോകത്തിൽ, വളരെ ഒരു കുഞ്ഞ് സൗരയൂഥത്തിൽ, ഒരു കൊച്ചു ഭൂമിയിൽ, ഒരു കുഞ്ഞു രാജ്യത്ത് ഒരു കൊച്ചു മനുഷ്യനാണ് എന്ത് നമ്മള്. ഈ ഭൂമിയിലുള്ള എല്ലാ ലൈബ്രറിയിലുള്ള എല്ലാ പുസ്തകങ്ങളും അരച്ച് കലക്കി കുടിച്ചു കഴിഞ്ഞാൽ പോലും യഥാർത്ഥത്തിലുള്ളതിന്റെ 99% കാര്യങ്ങളും നമുക്കറിയാൻ യാതൊരു നിവൃത്തിയുമില്ല. ശാസ്ത്രം ഭൗതികമായോ അല്ലെങ്കിൽ അതിഭൗതികമോ ആധ്യാത്മികമോ അതിദൈവികവുമായ 99% കാര്യങ്ങളെ കുറിച്ചും എന്താണ് നമ്മൾ ഇഗ്നോറന്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, പൂർണ്ണമായും ധരിക്കുക എന്ന് പറയുന്നത്. അപ്പോ പക്ഷേ ഇത് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഒരു വലിയൊരു വിപ്രന്ന് ഭൗതികതരമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി സമ്മതിച്ചു കൊടുക്കത്തില്ല. അയാൾ എന്ത് ചെയ്യും? പൂർണ്ണജ്ഞാനിയാണെന്ന് പുറമേയെങ്കിലും നടിക്കാൻ എന്ത് ചെയ്യും? ഒരു കവചം എടുത്ത് ധരിക്കും. ഇതിനെയാണ് വിപ്രലിപ്സ എന്ന് പറയാ. ഇത് സ്വാഭാവികമായും എല്ലാ വ്യക്തികൾക്കും ഉള്ളതാണെന്നാണ് പറയുന്നത്. അപ്പോ ഇതാണ് മൂന്നാമത്തെ ദോഷം. നാലാമത്തേത് കർണാപാടവം. കർണാപാടവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇംപെർഫെക്റ്റ് ഓർഗൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇംപെർഫെക്റ്റ് സെൻസ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഒരു പെർട്ടിക്കുലർ റേഞ്ചിൽ കൂടുതലുള്ളതല്ലാത്ത സാധനങ്ങൾ നമുക്ക് കാണാൻ കഴിയത്തില്ല. വലിപ്പം ഒരു പരിധിയിൽ കൂടുതൽ, അഥവാ ദൂരം ഒരു പരിധിയിൽ കൂടുതലുള്ള സാധനങ്ങൾ, ഇപ്പം നമുക്കൊരു ഇത്ര ദൂരത്തിനുള്ളിലുള്ള സാധനം കാണാൻ സാധിക്കും എന്ന് വെച്ചാൽ നമുക്കൊരു 1000 കിലോമീറ്റർ അകത്തുള്ള ഒരു സാധനം നമുക്ക് കാണാൻ സാധിക്കുമോ? സാധിക്കത്തില്ല. ഒരു വലിപ്പം ഒരു നിശ്ചിത പരിധിയിൽ കുറവ് വലിപ്പമുള്ള ഒരു സാധനം എന്ത് ചെയ്യാൻ കഴിയത്തില്ല, നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഒരു നിശ്ചിത എണ്ണത്തിൽ കൂടുതലോ എണ്ണത്തിൽ കുറവുള്ള സാധനം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, അറിയാൻ സാധിക്കത്തില്ല. ഇത് നമ്മളുടെ കണ്ണിന്റെയും മൂക്കിന്റെയും മറ്റ് എല്ലാ ഉപകരണങ്ങളുടെയും പരിമിതിയാണ്. ഇതിനെയാണ് കർണാപാടവം എന്ന് പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഒരു പെർട്ടിക്കുലർ റേഞ്ചിൽ പരിമിതമാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചെവിക്ക് 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയുള്ള ശബ്ദമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, മനുഷ്യരുടെ ചെവിക്ക് കേൾക്കാൻ കഴിയത്തുള്ളൂ. എന്നാൽ ചില മൃഗങ്ങൾക്ക് 20,000 ഹെഡ്സിൽ താഴെയും 20 ഹെഡ്സിൽ താഴെയും 20,000 ഹെഡ്സിന് മുകളിലുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കും. ഇപ്പം വവ്വാലിനൊക്കെ കേൾക്കാൻ സാധിക്കും എന്നാണ് പറയാം. അപ്പം എന്നാൽ പക്ഷെ മനുഷ്യന്റെ ശരീരമോ അതിന് ലിമിറ്റഡ് ആണ്. അപ്പം മൃഗങ്ങൾക്ക് മറ്റു പരിധി ഉള്ളതുപോലെ തന്നെ എല്ലാ ജീവികൾക്കും എന്തുണ്ട്, ഒരു പെർട്ടിക്കുലർ പരിധിയുണ്ട്. ഇന്ദ്രിയങ്ങൾക്ക് ഒരു പരിധിയുണ്ട്, പരിമിതിയുണ്ട്. അപ്പം ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, കർണാപാടവം. ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരം, നമ്മളുടെ ഇന്ദ്രിയങ്ങൾ, അവയവങ്ങൾ ഓരോ ദിവസവും പഴകിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം പുതിയതായിക്കൊണ്ടിരിക്കുകയാണോ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ? അല്ല, ഓരോ ദിവസവും പഴകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ഒരു മൂക്കുള്ളൊരു മനുഷ്യൻ, പെർഫെക്റ്റ് ആയിട്ട് നാക്കുള്ളൊരു മനുഷ്യൻ, പെർഫെക്റ്റ് ആയിട്ട് കണ്ണുള്ള ഒരു മനുഷ്യൻ, അങ്ങനെ പല്ലുള്ള മനുഷ്യൻ, മുടിയുള്ള മനുഷ്യൻ,
അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരുന്നാൽ പലതരം ഇംപെർഫെക്ഷനുകളും നമ്മളുടെ ഓരോ ശരീരഭാഗത്തിലും, നമ്മൾ വിചാരിക്കും നമുക്ക് കുഴപ്പമില്ലെന്ന്, പക്ഷേ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയോട് നമുക്കൊരു ഒന്ന് നിരീക്ഷിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ അവയവവും ഇംപെർഫെക്റ്റ് ആണ്, പല തലത്തിൽ ഇംപെർഫെക്റ്റ് ആണെന്ന് എന്ത് ചെയ്യാൻ കഴിയും, അറിയാൻ സാധിക്കും. അപ്പം ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഇന്ദ്രിയങ്ങളാൽ നിർമ്മിതനാണ് ഒരു മനുഷ്യൻ. എല്ലാ മനുഷ്യർക്കും കുറഞ്ഞ പക്ഷം ഒരു ഇന്ദ്രിയമെങ്കിലും ഇംപെർഫെക്റ്റ് ആയിട്ടുണ്ടാകും. അപ്പം ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, പാഠവം എന്ന് വിളിക്കുന്നത്. അപ്പം ഈ 4 തരം ദോഷങ്ങളും എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അപ്പൊ ഒന്നുകൂടെ പറയാം: ഭ്രമം, പ്രമാദം, വിപ്രലിപ്സ, കർണാപാഠവം. ഈ 4 ദോഷങ്ങളെ കുറിച്ചാണ് എന്ത് ചെയ്തത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാമെന്ന്. കൂടുതൽ വിശദമായിട്ട് അറിയേണ്ടവർ ചൈതന്യ ചരിതാമൃതം അതിലീല പരിശോധിച്ച് നോക്കുക. ഹരികൃഷ്ണൻ. നമുക്ക് നാരായണീയത്തിന്റെ 82ാം ദശകത്തിലേക്ക് കടക്കാം. അപ്പം വൃത്തം ശ്രദ്ധരയാണ്, ശ്രദ്ധിച്ചു. ഹരികൃഷ്ണൻ. ഒരു നിമിഷം. 2 ശ്രദ്ധിച്ചു. പ്രദ്യുമ്നോ രുക്മിണേയ സഖലു തവ കലാ ശംഭരേണാഹൃതസ്തം. ഒന്നാമത്തെ. അപ്പം ഓരോരോ വരികളായിട്ട് പറഞ്ഞ നമ്മളുടെ രീതി അങ്ങനെയാണ്, ഓരോരോ വരികളായിട്ട് പറഞ്ഞുതരാം. അപ്പം ശ്രദ്ധിച്ചു. ഒന്നാമത്തെ: പ്രദ്യുമ്നോ രുക്മിണേയ സഖലു തവ കലാ ശംഭരേണാഹൃതസ്തം. അതാണ് 82ാം ദശകത്തിന്റെ 1ാമത്തെ ശ്ലോകം ആരംഭിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കുക. പ്രദ്യുമ്നോ രുക്മിണേയ സഖലു തവ കലാ ശംഭരേണാഹൃതസ്തം. ഒന്നാമത്തെ. അതെങ്ങനെ ചൊല്ലും? പ്രദ്യുമ്നോ രുക്മിണേയ സഖലു തവ കലാ ശംഭരേണാഹൃതസ്തം. ഒന്നാമത്തെ വരി. രണ്ടാമത്തെ വരി അനുസരിച്ച്: സഹത്വാരത്യാ സഹാപ്തോ നിജപുര മഹരത് രുക്മിണ്യാം ച ധന്യാം. നമ്മുടെ ശ്രജേ: ഹത്വാരത്യാം സപ്തോ നിജപുര മഹരത് രുക്മിണ്യാം ച ധന്യാം. ഹത്വാരത്യാ സഹാപ്തോ നിജപുര മഹരത് രുക്മിണ്യാം ച ധന്യാം. 1-2 വരികള് നമുക്കൊന്ന് ചേർത്ത് ചൊല്ലി നോക്കാം. പ്രദ്യുമ്നോ രുക്മിണേയ സഖലു തവ കലാ ശംഭരേണാഹൃതസ്തം. ഹത്വാരത്യാ സഹാപ്തോ നിജപുര മഹരത് രുക്മിണ്യാം ച ധന്യാം. ആണ് 1-2 വരികള്. മൂന്നാമത്തെ വരി അനുസരിച്ച: തത്പുത്രോ ധാനുരുദ്ധോ ഗുണനിധരവഹദ്രോചനാം രുക്മി പൗത്രീം. എന്നോട് ശ്രദ്ധിച്ചേ: തത്പുത്രോ ധാനുരുദ്ധോ ഗുണനിധരവഹദ്രോചനാം രുക്മി പൗത്രീം. മൂന്നാമത്തെ വരി ഇവിടെ ശ്രദ്ധിക്കാം. തത്പുത്രോ ധാനുരുദ്ധോ ഗുണനിധരവഹദ്രോചനാം രുക്മി പൗത്രീം. തത്പുത്രോ ധാനുരുദ്ധോ ഗുണനിധരവഹദ്രോചനാം രുക്മി പൗത്രീം. മൂന്നാമത്തെ വരി. നാലാമത്തെ വരി അനുസരിച്ച്: തത്രോദ്വാഹേ ഗതസ്ത്വം നവധി മുസിലിന രുക്മ്യപി ദ്യുത വൈരാത്. എന്നോട് ശ്രദ്ധിച്ചേ: തത്രോദ്യാഹേ ഗതസ്ത്വം നവധി മുസിലിന രുക്മ്യപി ദ്യുത വൈരാത്. സത്യം. തത്രോദ്യാഹേ ഗതസ്ത്വം നവധി മുസിലിന രുക്മ്യപി ദ്യുത വൈരാത്. അപ്പം 3-4 വരികൾ ഒരുമിച്ചൊന്ന് ചേർത്ത് ചൊല്ലി നോക്കാം.
തത്പുത്രോ ധാനുരുദ്ധോ ഗുണനിധിരവഹദ്രോചനാം രുക്മിപൗത്രീം തത്രോദ്വാഹേകതസ്ത്വം ന്യവധിമുസ്ലിനാം രുക്മ്യപീദ്യുതവൈരാത്. ആണ് 3-4 വരികൾ. അപ്പൊ ഒരുമിച്ച് ആ ശ്ലോകം നമുക്കൊന്ന് ചൊല്ലി നോക്കാം. പ്രദ്യുമ്നോ രുക്മിണേയ സഖലു തവ കലാ ശംഭരേണാഹൃതസ്തം ഹത്വാ രത്യാ സഹാപ്തോ നിജപുരമഹരത് രുക്മിണ്യാം ച ധന്യാം തത്പുത്രോ ധാനുരുദ്ധോ ഗുണനിധിരവഹദ്രോചനാം രുക്മിപൗത്രീം തത്രോദ്വാഹേകതസ്ത്വം ന്യവധിമുസ്ലിനാ രുക്മ്യപീദ്യുതവൈരാത്. ഒന്നാമത്തെ ശ്ലോകം. ഒന്നാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥത്തിലേക്ക് നമുക്ക് കടക്കാം. രുക്മിണേയ, രുക്മിണിയുടെ പുത്രനായ, സപ്രദ്യുമ്നോ, ആ പ്രദ്യുമ്നൻ, അതായത് നമുക്കറിയാം ഭഗവാന് ചതുർവ്യൂഹങ്ങള്, അതായത് ഭഗവാന്റെ, അതായത് വിസ്തരണങ്ങളിലേക്ക് വരുന്ന സമയം ബലരാമസ്വാമിയുടെ വികാസങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? മഹാചതുർവ്യൂഹങ്ങള് ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെയാണ് മഹാസംകർഷണൻ, മഹാപ്രദ്യുമ്നൻ, മഹാനിരുദ്ധൻ, മഹാവാസുദേവൻ. പറയുന്നു, ഈ ശ്ലോകത്തിൽ പറയുന്നത് അതാണ്. രുക്മിണിയുടെ പുത്രനായ ആ പ്രദ്യുമ്നൻ അങ്ങയുടെ അംശം തന്നെയാണല്ലോ. തവ കലാഖലു, അതാ പറയുന്നത്. എന്ത്? അങ്ങയുടെ അംശം തന്നെയാണല്ലോ. ആര്? പ്രദ്യുമ്നൻ, രുക്മിണിയുടെ പുത്രൻ. അതാ രുക്മിണേയ സപ്രദ്യുമ്ന തവ കലാഖലു ശംഭരേണാഹൃത, ശംബരാസുരനാൽ അപഹരിക്കപ്പെട്ട അവൻ, തം ഹത്വ, ആ അസുരനെ കൊന്നിട്ട്, രത്യാസഹ, രതീദേവിയോടൊപ്പം, നിജപുരം ആപ്ത, ദ്വാരകയിലേക്ക് തിരിച്ചെത്തി, ധന്യാം രുക്മികന്യാം ച അഹരത്, ഭാഗ്യവതിയായ രുക്മിയുടെ പുത്രിയെ വിവാഹം കഴിച്ച്, രുക്മിവതിയെ വിവാഹം കഴിച്ചിട്ട്, അധതത് പുത്ര, പിന്നീട് അദ്ദേഹത്തിന്റെ പുത്രനായ ഗുണനിധി അനിരുദ്ധ, ഗുണസമ്പന്നനായ അനിരുദ്ധൻ, രുക്മി പൗത്രിയും രോചനാം അബഹത്, രുക്മിയുടെ പൗത്രിയായ രോചനയെ വിവാഹം കഴിച്ചു. ആ വിവാഹത്തിന് പോയ അങ്ങിരിക്കെ മുസ്ലിന, ബലരാമനാൽ ദ്യുതവൈര, ചൂതുകളിയിലെ ശത്രുത കാരണം, രുക്മി അപി നവധി, രുക്മിയും കൊല്ലപ്പെട്ടു. അങ്ങയുടെ അംശമായി ജനിച്ചവനും രുക്മിണിയുടെ പുത്രനുമായ ആ പ്രദ്യുമ്നായിക്കട്ടെ, മായാപ്രയോഗ സാമർഥ്യമുള്ള ശംബരൻ എന്ന അസുരനാൽ അപഹരിക്കപ്പെട്ടവനായിട്ട് അവനെ വധിച്ച് രതീദേവിയോട് കൂടി തന്റെ നഗരമായ ദ്വാരകയിൽ ചെന്ന് ധന്യയായ രുക്മിണിയുടെ പുത്രിയായ രുക്മിവതിയെ അപഹരിക്കുകയും ചെയ്തു. അനന്തരം പ്രദ്യുമ്നന്റെ പുത്രനും ഗുണനിധിയുമായ അനിരുദ്ധൻ രുക്മിണിയുടെ പൗത്രിയായ രോചനയെ വിവാഹം ചെയ്തു. ആ വിവാഹാവസരത്തിൽ അങ്ങ് സന്നിഹിതനായിരുന്നു. ചൂതുകളി നിമിത്തമുണ്ടായ വിരോധം കാരണമായി ബലഭദ്രനാൽ രുക്മിയും വധിക്കപ്പെട്ടു. വളരെ കാര്യങ്ങള് ഒറ്റ ശ്ലോകത്തിൽ, ഒരു കുഞ്ഞു ശ്ലോകത്തിൽ ബുദ്ധിച്ചിട്ട് പറയാണ് മേൽപ്പത്തൂര്. കുറച്ച് താഴോട്ടൊന്ന് പരിശോധിക്കാം. പരമശിവനാൽ ദഹിക്കപ്പെട്ടവനും ഭഗവതംശവുമായ കാമദേവൻ ശ്രീകൃഷ്ണപുത്രനായി രുക്മിണിയിൽ പ്രദ്യുമ്നൻ എന്ന പേരിൽ ജനിച്ചു. ആ ശിശു തന്റെ അന്തകനായിരിക്കുമെന്ന് മനസ്സിലാക്കിയ ശംബരാസുരൻ ആ ശിശുവിനെ അപഹരിച്ച് സമുദ്രത്തിൽ എറിഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? കാമദേവൻ ഭഗവാന്റെ അംശമായിട്ട് എവിടെ ജനിച്ചു? ദ്വാരകയിൽ ജനിച്ചു. എന്നാൽ ശംബരാസുരന് മനസ്സിലായി ഇവൻ കാരണമാണ് എന്ത് ചെയ്യുന്നത്, തനിക്ക് മരണം സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു? ഇവനെ പ്രദ്യുമ്നൻ എന്ത് ചെയ്തു? കടലിലേക്ക് എറിഞ്ഞു. ആ ശിശുവിനെ ഒരു മത്സ്യം വിഴുങ്ങി. മുക്കുവന്മാർ അവരുടെ വലയിൽ കുടുങ്ങിയ ആ മത്സ്യത്തെ ശംബരന് കാഴ്ചവെച്ചു. പാചകന്മാർ അതിനെ മുറിച്ചപ്പോൾ മനുഷ്യ ശിശുവിനെ കണ്ടു.
അടുക്കളയുടെ മേൽനോട്ടക്കാരിയായ രതിദേവിയുടെ അവതാരവുമായ മായാവതി ആ ശിശു കാമദേവനാണെന്ന് മനസ്സിലാക്കി അവനെ രഹസ്യമായി വളർത്തി. അപ്പൊ ഈ മീനിനെ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ഈ പറഞ്ഞ ശമ്പരന്റെ മുമ്പിൽ തന്നെ കാഴ്ചവെച്ചു. ആ മത്സ്യത്തിനെ മുറിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറ്റി? അതിൽ കാമദേവൻ എന്ത് ചെയ്തു? മത്സ്യം വിഴുങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അതിനെ കാണപ്പെടുകയും ഇതിനെ രതിദേവി വളർത്തുകയും ചെയ്തു. മായാവതി എന്ന പേരോട് കൂടിയിട്ടാണ് രതിദേവി ഇതിനെ വളർത്തുന്നത്. പ്രദ്യുമ്നൻ ശമ്പരനെ വധിച്ചപ്പോൾ മായാവതിയോടുകൂടി ദ്വാരകയിലേക്ക് ചെല്ലുകയും രുക്മിണി പുത്രനായ പ്രദ്യുമ്നനാണ് എല്ലാവരും അറിയുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം മാതൃ സഹോദരനായ രുക്മിണിയുടെ പുത്രിയായ രുക്മവതിയെ അപഹരിച്ചു. പ്രദ്യുമ്നന് അവളിൽ ജനിച്ച പുത്രനായിരുന്നു അനിരുദ്ധൻ. അപ്പൊ പ്രദ്യുമ്നന് രുക്മിയുടെ പുത്രിയായ രുക്മവതിയിൽ ജനിച്ച പുത്രനാണ് ആര്? അനിരുദ്ധൻ. ഭഗവാന്റെ പുത്രനാണ് ആര്? അനിരുദ്ധൻ. അദ്ദേഹം രുക്മിണിയുടെ പുത്രിയായ രോചനയെ വിവാഹം കഴിച്ചു. രുക്മിണിയുടെ പുത്രിയായ രോചനയാണ് ആര് വിവാഹം കഴിച്ചത്? വിവാഹം കഴിച്ചത്. ഭഗവാനും ബലരാമനും ആ വിവാഹത്തിന് പോയ അവസരത്തിൽ ബലരാമനും രുക്മിണിയും തമ്മിൽ ചൂതുകളി ഉണ്ടായി. ബലരാമൻ കളിയിൽ ജയിച്ചുവെങ്കിലും താനാണ് ജയിച്ചതെന്ന് കളവ് പറഞ്ഞ് രുക്മി ബലരാമനെ അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. കോപം വന്ന ബലരാമൻ മുസലം കൊണ്ട് രുക്മിയെ അടിച്ചു. അപ്പോ നമുക്കിത് അറിയുന്ന വിഷയമാണ്. അപ്പോ എന്താണ്? ഇത്രയും വിഷയങ്ങളാണ് എന്ത് ചെയ്തത്? ചെറിയ ശ്ലോകത്തിൽ മേൽപ്പത്തൂര് ചുരുക്കിയത്. ഇതാണ് ഒന്നാമത്തെ ശ്ലോകം. പ്രദ്യുമ്നോ രുക്മിണേയ സകലു തവ കല ശമ്പരേണ ഹൃതസ്ത്വം ഹത്വാ രത്യാ സഹാപ്തോ നിജപുരമഹരത് രുക്മിണ്യാം ച ധന്യാം തത്പുത്രോ ധാനുരുദ്ധോ ഗുണനിധിരവഹദ്രോചനാം രുക്മിപൗത്രീം തത്രോദ്വാഹേ ഗതസ്ത്വം ന്യവധി മുസ്ലിന രുക്മ്യപി ദ്രുതവൈരാത് ആണ് ഒന്നാമത്തെ ശ്ലോകം. അപ്പോ എന്ത്? പ്രദ്യുമ്നന്റെ ജന്മവും പ്രദ്യുമ്നൻ എപ്രകാരം അനിരുദ്ധന് ജന്മം കൊടുത്തുവെന്നും അനിരുദ്ധന്റെ വിവാഹവും രുക്മിയുടെ വധം, ബലരാമസ്വാമിയാലുള്ള വധവും, ഇത്രയും വിഷയമാണ് ഒന്നാമത്തെ ശ്ലോകത്തിന്റെ ചുരുക്കം. അപ്പൊ മനസ്സിലാക്കി ഇതിനകത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് 4 പ്രധാനപ്പെട്ട ബേസിക് പ്രിൻസിപ്പിൾസിൽ ഒന്നാമത്തെ വിഷയം നമുക്കറിയാം ഈറ്റിംഗ്, രണ്ടാമത്തേത് ഈ പറഞ്ഞ ടോക്സിസിറ്റീസ്, അതായത് പലതരത്തിലുള്ള മദ്യപാനം മുതലായ വിഷയങ്ങൾ, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം. മൂന്നാമത് പലപ്പോഴും നമ്മൾ ലൈറ്ററായിട്ട് കാണുന്ന ഒരു വിഷയമാണ് ഈ പറഞ്ഞ ചൂതുകളി അഥവാ ഗാംബിളിങ്. പലപ്പോഴും നമുക്കറിയത്തില്ല ഇതിന്റെ പരിധിയിൽ ഏതൊക്കെ വരും എന്തൊക്കെ വരില്ല എന്നൊക്കെ. പക്ഷെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് ഈ ചൂതുകളി. മനസ്സിലാക്കുക, നമ്മളുടെ ഭാഗ്യം അഥവാ നമ്മൾക്ക് അതായത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ഭാഗ്യത്തെ പരീക്ഷിച്ചുകൊണ്ട്, ഭഗവാനെ പരീക്ഷിച്ചുകൊണ്ട് ചെലവാക്കാനുള്ളതല്ല. ഭാഗവത ദൗത്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ട് അതാണ്. അപ്പോ അതെന്ത് ചെയ്യാൻ പാടില്ല? അത് മറ്റൊന്നിനും വേണ്ടിയും പണയം വെക്കാൻ പാടില്ല. ഇപ്പൊ തന്നെ രുക്മിണിയുടെ വധത്തിന് കാരണമായത് അപ്രകാരമുള്ള ഒരു ചൂതുകളിയാണ്. മഹാഭാരത യുദ്ധം തന്നെ ആരംഭിക്കുന്ന എവിടെ നിന്നാണ്? ഒരു ചൂതുകളിയിൽ നിന്നാണ്. അപ്പോ ഇപ്രകാരം ചൂതുകളി കൊണ്ട് ഒരുപാട് ധനം നഷ്ടം മാത്രമല്ല, എല്ലാ തരത്തിലുമുള്ള ക്ഷയമാണ് എന്ത് ചെയ്യുന്നത്? ഒരു മനുഷ്യനെ സംബന്ധിച്ച് സംഭവിക്കുക. എല്ലാ തരത്തിലും ആ വ്യക്തിക്ക് ന്യൂനതകളായിരിക്കും. ഇപ്രകാരമുള്ള ഭഗവാനെ പരീക്ഷിക്കുക അഥവാ ഭാഗ്യം പരീക്ഷിക്കുക, തന്റെ ധനം മറ്റൊരാൾക്ക് വേണ്ടിയിട്ട്, മറ്റൊന്നിനു വേണ്ടിയിട്ട് കാഴ്ച വെച്ചുകൊണ്ട് സമർപ്പിക്കുക. 6 തരം ദോഷങ്ങളും എന്ത് ചെയ്യും? ഈ ചൂതുകളി മൂലം ഉണ്ടാവും. കാമക്രോധ ലോഭ മോഹ മത മത്സരി ഇവരെല്ലാം എന്ത് ചെയ്യും? ഈ ഒരൊറ്റ ദോഷം നമുക്കുണ്ടെങ്കിൽ ബാക്കി 3 ഓക്കെയാണ്. പക്ഷെ എനിക്ക് ചെറിയൊരു ഒരു താല്പര്യമുണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലോട്ടറി എടുക്കും. അങ്ങനെയൊക്കെ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് പൈസ ഇപ്രകാരം എടുത്ത് നശിപ്പിക്കുന്ന ആളുകൾ. അതൊക്കെ എന്താണ്?
തെറ്റാണ്. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മളുടെ ധനം പ്രകാരം ഭാഗ്യപരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട്, ചൂതുകളിക്ക് വേണ്ടിയിട്ട് കൊടുത്ത് നശിപ്പിക്കാൻ ഉള്ളവരല്ല. കാമവും ക്രോധവും ലോഭവും മോഹവും മതവും മാത്സര്യവും ഇതിന്റെ ഒരൊറ്റ ഒരു തെറ്റിന്റെ പേരിൽ നമ്മളിൽ ഉണ്ടാകും. കാമമാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്? നമ്മളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്. അതായത് അമിതമായ ധനത്തിനോടുള്ള ആർത്തി, അമിതമായ ധനത്തിനോടുള്ള താത്പര്യമാണ്. ഇപ്പം ഞാൻ ഒരല്പം ധനം സമ്പാദിക്കുന്നു, അതുകൊണ്ട് തൃപ്തമായ ഒരു ജീവിതം എനിക്ക് ജീവിക്കാൻ സാധിക്കും എന്ന് ചിന്തയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന് ഭാഗ്യപരീക്ഷണത്തിന് പോകേണ്ടതിന്റെ ആവശ്യമില്ല, അവന് ലോട്ടറി എടുക്കേണ്ടതിന്റെ ആവശ്യമില്ല. പക്ഷേ കാമം ഉള്ളിൽ നിറഞ്ഞു കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇത് അതായത് അമിതമായി നേടാനുള്ള താത്പര്യം. ഈ കാമം അടക്കാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല? പ്രാപ്തി നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. എന്നാൽ കാമം കിട്ടാത്ത സമയത്താണ് എന്ത് ചെയ്യുന്നത്? അത് ക്രോധത്തിലോട്ട് മാറുന്നത്. ക്രോധം ലോഭവും, അത് മോഹവും, പിന്നെ അത് മതവും മാത്സര്യവുമായിട്ട് എന്ത് ചെയ്യും? മാറും. ഇത് പറഞ്ഞ 6 തരം ദോഷങ്ങൾ, കലിയുടെ 6 തരം ദോഷങ്ങളിലും നമ്മളെ ബാധിതമാക്കാൻ ഈ ഒരൊറ്റ തെറ്റ് മതി. അപ്പോ എന്ത് ചെയ്യാൻ പാടില്ല? സ്ട്രിക്ട്ലി ഈ ഒരു വിഷയം നമ്മുടെ ഉള്ളിൽ ചെയ്തിടേണ്ടതാണ്. അപ്പോ രുക്മിണിയുടെ വധത്തിന് കാരണമാകുന്നത് ഈ പറഞ്ഞ ചൂതുകളിയാണ്. അപ്പോ അതാണ് 1-ാമത്തെ ശ്ലോകം. ആരെങ്കിലും കുറച്ച് മാതാജിമാരെ ഒന്ന് ചൊല്ലി നോക്കുവോ? വിജയകൃഷ്ണ പ്രഭു, ഞാൻ ചൊല്ലട്ടെ. ഓ നമോ ഭഗവതേ വാസുദേവായ. പ്രത്യുപ്നോ രുക്മിണീയ സകല തവ കലാ ശംബരേണ കൃതത്വം ഹത്വാരത്യാ സഹാപ്തോ നിജപുരമഹരത് രുക്മികന്യാം ച ധന്യം തത്പുത്രോദാ നിരുദ്ധോ ഗുണനിധിരവഹത് യോജനാ രുക്മിപൗത്രീ തത്രോദോഹേ ഗതത്വം നബതി മുസിലിനാ രുക്മപീദൂതവൈരാത്. വളരെ നന്നായിട്ട് ചൊല്ലി. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രത്യുജ്ഞോ രുക്മിണേയാ സകലു തവ കലാശംബരേണ ഹൃദസ്ത്വം ഹത്വാരത്യാ സഹാപ്തോ നിജപുരമഹത് രുക്മികന്യാം ച ധന്യാം തത്പുത്രോധാ നിരുദ്ധോ ഗുണനിധിരവഹാത്രോചനാ രൗക്മിപൗത്രീ തത്രോദ്വാഹേ ഗതസ്ത്വം നബതി മുസലിനാ രുക്മപീദൂതവൈരാത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു, ചൊല്ലിക്കട്ടെ പ്രഭു. ഗുരുഭ്യോ നമഃ. ഭഗവതേ വാസുദേവായ. പ്രത്യുപ്നോ രുക്മിണേയാം സകലു തവ കലാം ശംബരേണ ഹൃദസ്ത്വം ഹത്വാരത്യാം സഹാപ്തോ നിജപുരമഹരത് രുക്മിണീ കന്യ ച ധന്യാം തത്പുത്രോധാനിരുദ്ധോ ഗുണനിധിവഹരാം ദ്രോചനാം രുക്മിപൗത്രീം തത്രോദ്വാഹേ ഗതസ്ത്വം നവതിമസുരനാം രുക്മപീദൂതവൈരാ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രത്യുഞ്ജോ രുക്മിണീയ സഖലു തവ കലാശംബരേണ ഹൃദസ്തം ഹത്വാരത്യാ സഹാപ്തോ നിജപുരമഹരത് രുക്മികന്യാം ച ധന്യാം തത്പുത്രോധാനിരുദ്ധോ ഗുണനിധിരവഹദ്രോചനാം രുക്മിപൗത്രീം തത്രോദാഹേ ഗതസ്ത്വം നബതി മുസലിനാ രുക്മ്യപീദ്യുതവൈരാത്. ഹരേ കൃഷ്ണ. നമുക്ക് 2-ാമത്തെ ശ്ലോകത്തിൽ കിടക്കാം. ഹരേ കൃഷ്ണ. 2-ാമത്തെ ശ്ലോകം ഒന്ന് ശ്രദ്ധിക്കാം. 2-ാമത്തെ ശ്ലോകം വസന്ത തിലകം എന്ന് പറഞ്ഞ വൃത്തത്തിൽ. അപ്പം മേൽപ്പത്തൂരിന് വളരെ ഇഷ്ടമുള്ള കുറച്ച് വൃത്തങ്ങളിൽ ഒന്നാണ് എന്ത് ഈ പറഞ്ഞ വസന്ത തിലകം. ശ്രദ്ധരയും ശാർദൂല വിക്രീഡിതവും ഒക്കെ പോലെ തന്നെ വളരെ ഇഷ്ടപ്പെട്ട ഒരു വൃത്തമാണ് വസന്ത തിലകം. അതാണ് 2-ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കിടക്കാം. ബാണസ്യ സാ ബലി സുതസ്യ സഹസ്രബാഹോർ. അതാണ് 1-ാമത്തെ വരി. ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. ബാണസ്യ സാ ബലി
സുതസ്യ സഹസ്രബാഹോർ മാഹേശ്വരസ്യ മഹിതാ ദുഹിതാ കിലോഷ. ഇവിടെ ശ്രദ്ധിച്ച ബാണസ്യ സാബലിസുതസ്യ സഹസ്രബാഹോർ മാഹേശ്വരസ്യ മഹിതാ ദുഹിതാ കിലോഷ. ഒന്നും രണ്ടും ഇവിടെ ശ്രദ്ധിക്കാം. ബാണസ്യ സാബലിസുതസ്യ സഹസ്രബാഹോർ മാഹേശ്വരസ്യ മഹിതാ ദുഹിതാ കിലോഷ. ഒന്നും രണ്ടും വരികള് വളരെ നിർത്തിയാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. കാരണം മുമ്പ് പറഞ്ഞതുപോലെ നാരായണീയത്തിന് ചൊല്ലാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മളുടെ എന്ത് ഫസ്റ്റ് എയിം. അപ്പോ അതുകൊണ്ട് വേണ്ടിയിട്ട് എല്ലാവരെയും ചൊല്ലാൻ പ്രാപ്തരാക്കി വളരെ നിർത്തിയാണ് എന്ത് ചെയ്യുന്നത്. ഒന്നും രണ്ടും വരികള്. ബാണസ്യ സാബലി സുതസ്യ സഹസ്രബാഹോർ മാഹേശ്വരസ്യ മഹിതാ ദുഹിതാ കിലോഷ. ഇതാണ് എന്ത് ഒന്നും രണ്ടും വരികള്. മൂന്നാമത്തെ അനുസരിച്ച് ത്വത്പുത്രമേനമനിരുദ്ധമദൃഷ്ടപൂർവം. നേരത്തെ ത്വത്പുത്രമേനമനിരുദ്ധമദൃഷ്ടപൂർവം. മൂന്നാമത്തെ വരി ത്വത്പുത്രമേനമനിരുദ്ധമദൃഷ്ടപൂർവം വരി. നാലാമത്തെ ശ്രദ്ധിച്ചേ സ്വപ്നേനു ഭൂയാ ഭഗവൻ വിരഹാതുരാഭൂത്. ശ്രദ്ധിച്ചേ സ്വപ്നേനു ഭൂയാ ഭഗവൻ വിരഹാതുരാഭൂത്. അപ്പം നാലാമത്തെയും മൂന്നാമത്തെയും വരികൾ ഒരുമിച്ച് ചേർത്ത് ചൊല്ലുക. തത്പുത്രമേനമനുരുദ്ധമദൃഷ്ടപൂർവം സ്വപ്നേന ഭൂയാ ഭഗവൻ വിരഹാതുരാഭൂത്. ഇതാണ് മൂന്നും നാലും വരികൾ. ഒരുമിച്ച് ആ ശ്ലോകം ചൊല്ലി നോക്കാം. ബാണസ്യ സാബലിസുതസ്യ സഹസ്രബാഹോർ മാഹേശ്വരസ്യ മഹിതാ ദുഹിതാ കിലോഷ ത്വത്പുത്രമേനമനിരുദ്ധമദൃഷ്ടപൂർവം സ്വപ്നേനു ഭൂയാ ഭഗവൻ വിരഹാതുരാഭൂത്. ഇതാണ് രണ്ടാമത്തെ ശ്ലോകം. നമുക്ക് അർത്ഥത്തിലേക്ക് കടക്കാം. ശ്രദ്ധിച്ചേ. മഹാബലിയുടെ പുത്രനും പരമേശ്വര ഭക്തനുമായ സഹസ്രബാഹുക്കളോട് കൂടിയവനുമായ ബാണാസുരന്റെ പുത്രിയും പൂജ്യയുമായ ആ ഉഷയാകട്ടെ അല്ലയോ ഭഗവാൻ. മഹിതാ ദുഹിതാ ഉഷാകില, പ്രശസ്തയായ പുത്രി ഉഷ എന്നവൾ അദൃഷ്ടപൂർവം ഇതിനു മുമ്പ് അതായത് മുമ്പ് കണ്ടിട്ടില്ലാത്ത രീതിയിൽ അദൃഷ്ട ഏനം ത്വത്പുത്ര അനിരുദ്ധം എന്ത് ചെയ്തു അങ്ങയുടെ പുത്രനായ അനിരുദ്ധനെ സ്വപ്നേന അനുഭൂയ സ്വപ്നത്തിൽ കാണാൻ ഇടയാകുകയും വിരഹാതുര അഭൂത് എന്ത് ചെയ്തു വിരഹത്തവത്താൽ വലയുകയും ചെയ്തു. അപ്പൊ ഉഷ എന്ത് ചെയ്തു അനിരുദ്ധനെ സ്വപ്നത്തിൽ കാണുകയും അനിരുദ്ധനിൽ അനുരക്തയാവുകയും ചെയ്യുകയാണ് ഉഷ. അപ്പം ഭഗവാന്റെ എന്ന് പറയാം അത്ര അധികം സൗന്ദര്യമാണ് എന്ത് ഉള്ളത്. ഭഗവാന്റെയും കാമദേവനായ പ്രദ്യുമ്നന്റെയും പുത്രനായ അനിരുദ്ധൻ എത്ര അധികം സൗന്ദര്യമായിരിക്കും ഉണ്ടാവുക. ആ സൗന്ദര്യത്തിൽ ഉഷ അനുരക്തയാവുകയാണ്. അപ്പോ പ്രകാരം എന്ത് ചെയ്യുന്നു ആ അനിരുദ്ധനെ ഉഷ സ്വപ്നത്തിൽ കാണുകയും പ്രേമത്താൽ ചമ്മതയാവുകയും ചെയ്യുകയാണ്. അപ്പോ അതാണ് രണ്ടാമത്തെ ശ്ലോകം. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്ന സമയം മനസ്സിലാക്കുക, ഈ പറഞ്ഞ ദേവന്മാരെല്ലാം പലതരം, അതായത് എല്ലാവരും നമ്മൾ ജന്മം എടുക്കുന്ന സമയം 3 തരം കർമ്മങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മളെ ബാധിക്കുന്നത്. എന്തൊക്കെയാണ് 3 തരം കർമ്മങ്ങള്? ആരെങ്കിലും പറയുമോ? 3 തരം കർമ്മങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള 3 തരം കർമ്മങ്ങൾ ഏതൊക്കെയാണ്? ആ 3 തരം കർമ്മങ്ങള് അകർമ്മം, സകർമ്മം, വികർമ്മം. അത് പകുതി ശരിയാണ്. അതല്ല 3 തരം കർമ്മങ്ങൾ അതുണ്ട്. അത് എവിടാ വരുന്നതെന്ന് പറയാം. വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റും 3 തരം കർമ്മങ്ങൾ? അതായത് കർമ്മം 3 തരത്തിലാണുള്ളത്. അകർമ്മം, വികർമ്മം, സകർമ്മം ഉണ്ട്. അത് 3 തരം കർമ്മങ്ങളല്ല. അതെവിടാ വരുന്നതെന്ന് ഞാൻ പറയാം. അതല്ലാതെ വേറെ ആർക്കെങ്കിലും പറയാമോ? ഇല്ല, ഞാൻ തന്നെ പറയാം, കുഴപ്പമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മം 3 തരത്തിലാണുള്ളത്. ഒന്നാമത്തെ തരം കർമ്മം സഞ്ചിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള കർമ്മമാണുള്ളത്. സഞ്ചിത് കർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി ജനിക്കുന്ന സമയം തന്നെ പൂർവാപരമായി ഉണ്ടാകുന്ന കർമ്മം. അതായത് പൂർവജന്മങ്ങളിലെ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഭീഷ്മാചാര്യര് ജനിക്കുന്ന സമയം തന്നെ എന്ത് കർമ്മത്തോടു കൂടിയാണ്? അദ്ദേഹം 17 ജന്മങ്ങൾക്ക് മുമ്പ് ചെയ്ത ഒരു തെറ്റുണ്ട്.
അദ്ദേഹം ഒരു രാജകുമാരനായിരുന്നു. അപ്പോ അദ്ദേഹം കാട്ടിലൂടെ പോകുന്ന സമയം ഒരു പാമ്പ് വഴിയിൽ കിടക്കുകയും അതിനോട് അനുകമ്പ തോന്നിയിട്ട് അതിനെ കുതിരയൊന്നും മറ്റു ജീവികളൊന്നും ചവിട്ടാതിരിക്കാൻ അനുകമ്പാപൂർവ്വം എന്ത് ചെയ്യുന്നു, ഈ പാമ്പിനെ എടുത്ത് ത്തിലേക്ക് മാറ്റിയിടുന്നു. പക്ഷെ ഈ മാറ്റിയിടുന്ന സമയം അത് ചെന്ന് വീഴുന്നത് ഒരു മുൾച്ചെടിയുടെ മുകളിലാണ്. പക്ഷേ ഇത്രയും ജന്മങ്ങൾ എന്ത് ചെയ്തു, ഭീഷ്മാചാര്യരെ ഈ കർമ്മദോഷം പിന്തുടർന്നു. അത് ചെന്ന് മുൾച്ചെടിയിൽ വീഴുകയും, പക്ഷെ ഇത്രയും ജന്മം ഭക്തനായിരുന്നത് കൊണ്ട് എന്ത് ചെയ്യാൻ സാധിച്ചില്ല, ഭീഷ്മർക്ക് ഈ ദോഷം സംഭവിച്ചില്ല. നാമജപത്തോട് കൂടി കൊണ്ട് ദോഷം സംഭവിച്ചു. പക്ഷേ ആ സഞ്ചിത കർമ്മ ഫലത്തോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഭീഷ്മര് ജനിക്കുന്നത്. അല്ലെങ്കിൽ ധൃതരാഷ്ട്രരുടെ ജന്മത്തെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നു, അദ്ദേഹം ഒരു രാജാവായിരുന്ന സമയത്ത് വിനോദത്തിന് വേണ്ടിയിട്ട് കിളികളെ കൊല്ലുകയും, അതായത് ഒരു രസത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നായാടാൻ പോവുക എന്ന് പറയും രാജാക്കന്മാര്. എന്ത് ചെയ്യും, രസത്തിന് വേണ്ടിയിട്ട് കിളികളെ കൊല്ലും. ഇങ്ങനെ ഈ കൊന്ന കിളികളുടെ 100 കുട്ടികളെയും അതിന്റെ മാതാപിതാക്കളെയും എന്ത് ചെയ്തു, ധൃതരാഷ്ട്രർ കൊന്നിട്ടുണ്ട്. അപ്പൊ ഈ സഞ്ചിത കർമ്മത്തോട് കൂടിയിട്ടാണ് എന്ത് ചെയ്തത്, 50 ജന്മങ്ങൾക്ക് മുമ്പെയാണ് എന്ത് ഈ ചെയ്തത്. അപ്പം ഇതാണ് ഒന്നാമത്തെ തരം കർമ്മങ്ങൾ. അതാണ് സഞ്ചിത കർമ്മം. അതായത് കർമ്മഫലങ്ങളിൽ ഒന്നാമത്തെ കർമ്മമാണ് എന്ത്, അപ്പം ഈ സഞ്ചിത കർമ്മങ്ങള് നമ്മൾ എന്ത് ചെയ്തതാണ്, ജന്മാന്തരങ്ങള് പിന്തുടരുന്നതാണ്. അതാണ് ഒന്നാമത്തെ തരം. രണ്ടാമത്തേത് പ്രാരബ്ധ കർമ്മങ്ങൾ. എന്താ പ്രാരബ്ധ കർമ്മങ്ങൾ? ഒന്നാമത്തെ സഞ്ചിത കർമ്മം എന്ന് വെച്ചാൽ നമ്മൾ മുൻജന്മങ്ങളിൽ കൊണ്ടുവരുന്ന, അതായത് മുൻജന്മങ്ങളിലെ കർമ്മങ്ങളാൽ നമുക്ക് ഈ ജന്മം ജനിക്കുന്ന സമയം തന്നെ, അല്ലെങ്കിൽ ജന്മത്തോടു കൂടി തന്നെ, ജനിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മളോടൊപ്പം ഉള്ളതാണ് സഞ്ചിത കർമ്മമെങ്കിൽ, പ്രാരബ്ധം ഒരു ജന്മം സ്വീകരിച്ചതിന്റെ പേരിൽ നമുക്കുണ്ടാകുന്ന ചില കർമ്മങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനോട് അമ്മയോട് നമ്മൾ ജനിച്ച സാഹചര്യം നമുക്കുണ്ടാക്കുന്ന ചിലതരം കർമ്മഫലങ്ങളും കർമ്മഫലങ്ങള് അത് കർമ്മഗുണമെന്നോ കർമ്മദോഷമെന്നോ പറയാൻ വയ്യ. അല്ലെങ്കിൽ സഞ്ചിത പൊതുവിൽ കർമ്മത്തിനെ കർമ്മഗുണമെന്നോ ദോഷമെന്നോ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, പറയാൻ കഴിയത്തില്ല. അപ്പം ഇതാണ് എന്ത്, രണ്ടാമത്തെ തരത്തിലുള്ള പ്രാരബ്ധം. അതായത് ഒരു വ്യക്തി എവിടെ ജനിച്ചോ ആ ജനിച്ച സ്ഥലം, വിഷയം, സാഹചര്യം, മാതാപിതാക്കള്, ബന്ധുജനങ്ങള്, സുഹൃത്തുക്കള് ഒക്കെയാൽ സംഭവിച്ചിരിക്കുന്ന ാണ് പ്രാരബ്ധം. 1 സഞ്ചിതം, 2 പ്രാരബ്ധം. ഇനി മൂന്നാമത്തേതുണ്ട് ക്രിയാമാണെന്ന് പറഞ്ഞ. അപ്പം സഞ്ചിതവും പ്രാരബ്ധവും നമ്മളല്ല തീരുമാനിച്ചിരിക്കുന്നത്, എന്നാൽ മൂന്നാമത്തെ ക്രിയാമാണം നമ്മളാണ് തീരുമാനിക്കുന്നത്. ആ ക്രിയാമാണത്തിലാണ് പിന്നെ 3 ഡിവിഷൻ വരുന്ന. നേരത്തെ മാതാജി പറഞ്ഞ, മാതാജിയുടെ പേര് ഞാൻ ശ്രദ്ധിച്ചില്ല, ആ മാതാജി പറഞ്ഞ അകർമ്മം, വികർമ്മം, സകർമ്മം, ക്രിയാമാണം. ഇത് തീരുമാനിക്കുന്നത് അകർമ്മം വേണോ, കർമ്മം വേണോ, സകർമ്മം വേണോ എന്ന് തീരുമാനിക്കുന്നത് ആണ്. അപ്പം ഇത് നമ്മളാൽ തീരുമാനിക്കപ്പെടുന്ന കർമ്മമാണ് എന്ത്, ക്രിയാമാണെന്ന് പറഞ്ഞ. അപ്പൊ 3 തരം കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു. സഞ്ചിതം, പ്രാരബ്ധം, ക്രിയാമാണം, 3 തരം കർമ്മങ്ങൾ. അപ്പം എല്ലാ ജീവനുകളും ഭൂമിയിലേക്ക് വരുന്നത് ഈ 3 എണ്ണം കൊണ്ടാണ്, അല്ലെങ്കിൽ 3 കാരണങ്ങളായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, പലപ്പോഴും ജന്മം എടുക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞ ബാണാസുരന്റെ, അതായത് പ്രദ്യുമ്നനും അനിരുദ്ധനും ഒക്കെ വന്നതിനോട് അനുബന്ധിച്ചാണ് പറഞ്ഞത്. ഇവിടെ രണ്ടാമത്തെ ശ്ലോകത്തിൽ ചർച്ച എന്താണ്, അമ്മയുടെ താല്പര്യം, ആരോടുള്ള, അനിരുദ്ധനോടുള്ള താല്പര്യമാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ ചർച്ച ചെയ്യുന്നത്. ബാണസ്യ സാ ബലി സുതസ്യ സഹസ്ര ബാഹോർ മഹേശ്വരസ്യ മഹിതാ ദുഹിതാ കിലോഷ തത്പുത്രമേനം അനിരുദ്ധം അദൃഷ്ടപൂർവം സ്വപ്നേനു ഭൂയാ ഭഗവൻ വിരഹാതുരാവും. രണ്ടാമത്തെ ശ്ലോകം. ആരെങ്കിലും മാതാജിമാരൊന്ന് ചൊല്ലി നോക്കൂ. ചൊല്ലട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. ചൊല്ലട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ബാണസ്യ സാബലിതസൂദസ്യ സഹസ്രബാഹോ മഹേശ്വരസ്യ മഹിതാ ദുഹിതാ കിലോഷ തത്പൗത്രമേനം അനിരുദ്ധ അദൃഷ്ടപൂർവം സ്വപ്നേ അനുഭൂയ ഭഗവൻ വിരഹാതുരാഭൂത്. ഹരേ കൃഷ്ണ. ചൊല്ലട്ടെ പ്രഭു, ചൊല്ലട്ടെ. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു ഹരേ കൃഷ്ണ. ഓരോരുത്തരായിട്ട് ചോദിക്കാം. ഹരേ ഓം ഗുരുഭ്യോ നമ. ബാണസ്യ സാബലിസുതസ്യ സഹസ്രബാഹോർ മാഹേശ്വരസ്യ മഹിതാ ദുഹിതാ കിലോഷ ത്വത്പൗത്രമേന മനിരുത്തമദൃഷ്ടപൂർവം സ്വപ്നേനുഭൂയ ഭഗവൻ വിരഹാദുരാഫോത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ബാണസ്യ സാബലിസുതസ്യ സഹസ്രബാഹോ മാഹേശ്വരസ്യ മഹിതാ ദുഹിതാ കിലോക്ഷ സ്വൽപൗത്രമേനീനനിരുദ്ധമദൃഷ്ടപൂർവം സ്വപ്നേനനുഭൂയ ഭവാൻ വിരഹാദുരാഭൂത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ബാണസ്യ സാബലിസുതസ്യ സഹസ്രബാഹോർ മാഹേശ്വരസ്യ മഹിതാ ദുഹിതാ കിലോഷ തത്പൗത്രമേ അനിരുദ്ധമദൃഷ്ടപൂർവം സ്വപ്നേ അനുഭൂയ ഭഗവൻ വിരഹാദുരാഭൂത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ബാണസ്യ സാബലിസുതസ്യ സഹസ്രബാഹോർ മാഹേശ്വരസ്യ മഹിതാ ദുഹിതാ കിലോഷാം ത്വത്പൗത്രമേന മനിരുദ്ധമദൃഷ്ടപൂർവം സ്വപ്നേനുഭൂയ ഭഗവൻ വിരഹാതുരാഭൂത്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ചൊല്ലിക്കോട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ബാണസ്യ സാബലിസൂതസ്യ സഹസ്രബാഹോ മഹേശ്വരസ്യ മഹിത ദുഹിതാ കിലോഷ ത്വൽപൗത്രമയമനിരുദ്ധമദൃഷ്ടപൂർവം സ്വപ്നേ അനുഭൂയ ഭഗവൻ വിരഹാദുരാഭൂൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പീതാംബര പ്രഭു ഇല്ലേ ഇന്ന്? കാരണം അദ്ദേഹവും ചെയ്യുന്നതാണല്ലോ. ഹരേ കൃഷ്ണ. ഇപ്പൊ വരും പ്രഭു. ഹരേ കഴിഞ്ഞോ? അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് പോവാം. അടുത്ത ശ്ലോകം ഒന്ന് പറഞ്ഞു വെക്കാം. 9 മണിയായി. നമ്മുടെ ശ്ലോകം കൂടെ നമ്മൾ ഒരു 5 മിനിറ്റ് താമസിച്ചതുകൊണ്ട് ആ ശ്ലോകവും കൂടെ നമുക്ക് ആരെങ്കിലും ചൊല്ലുന്നുണ്ടോ? ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ബാണസ്യ ശാബലിസുതസ്യ സഹസ്രബാഹോ മാഹേശ്വരസ്യ മഹിതാ ദുഹിതാ കിലോഷ ത്വത്പൗത്രമേന മനിരുദ്ധമദൃഷ്ടപൂർവം സ്വപ്നേന ഭൂയ ഭഗവൻ വിരഹാദുരാഭൂത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് പ്രഭു ഒന്ന് വേഗം ഞാനൊന്ന് ഓടിച്ചിട്ടെന്ന് പറഞ്ഞ വിഷയങ്ങളൊന്ന് പറഞ്ഞിട്ട് വേഗം നിർത്താം. അപ്പൊ നമ്മള് ആദ്യം നാരായണീയത്തിന്റെ 1ഉം 2ഉം ശ്ലോകങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അതിനോടൊപ്പമുള്ള അനുബന്ധ കഥകൾ നമ്മളൊന്ന് ചർച്ച ചെയ്തു. പിന്നെ നമ്മൾ 4 തരം ശാരീരിക ദോഷങ്ങളെ കുറിച്ച്, ഇതൊക്കെയായിരുന്നു ഭ്രമം, പ്രമാദം, കർണാപാടവം, വിപ്രലിപ്സ, 4 ദോഷങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു. പിന്നെ നമ്മൾ 3 തരം കർമ്മങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു. സഞ്ചിതം, പ്രാരബ്ധം, ക്രിയാമാണം. അതിൻ്റെ ക്രിയാമാണത്തിന്റെ 3 തരം ദോഷങ്ങള്, കർമ്മം, വികർമ്മം, സകർമ്മം. ഇത്രയും വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. പിന്നെ അനുബന്ധ കഥകളും, പിന്നെ 4 തരം തെറ്റുകളിൽ നിയമത്തൊക്കെ. അപ്പൊ ഇത്രയും 5 വിഷയങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത് പ്രധാനമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അപ്പൊ 3ാമത്തെ ശ്ലോകം അടുത്ത ദിവസം ചർച്ച ചെയ്യാം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സന്തോഷമായി തോന്നുന്നു. ഇന്നത്തെ ദിവസം ഏകാദശി ദിവസം നമുക്ക് വളരെയധികം പ്രയോജനപ്പെട്ടു. സോ ഗോപാൽ ഗുരു പ്രഭുവിനും എന്താ പറയാ ഗോപാൽ ഗൗരി പ്രഭു എന്താ പറയാ മുടങ്ങാതെ കിട്ടുന്നതിലേക്ക് വേണ്ടിയിട്ട് പ്രഭുജിക്കും പ്രഭുജിയുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാം.
ഹരേ കൃഷ്ണ 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 ഹരേ രാം ഹരേ രാം ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ സിദ്ധികൽപതരൂപേക്ഷ കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനേകോടി വൈഷ്ണവ की हरिनाम संकीर्तन यज्ञ की हरे कृष्णा महामंत्र की शिला प्रभुपाद की जय. श्री अनंत पद्मनाभ स्वामी की जय. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നല്ലൊരു ഏകാദശി നേരുന്നു. ശുഭരാത്രി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. കൃഷ്ണ പ്രഭു.